കോട്ടയം റാഗിംഗ് കേസിൽ പ്രതികൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കൊടുത്ത് അന്വേഷണ സംഘം 2 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക. പ്രതികളെ ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുക്കും. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഏറെ നാളത്തെ, അതായത് ഒരാഴ്ച കഴിയുന്നു ഈ കസ്റ്റഡിയിൽ വാങ്ങി എന്തുകൊണ്ട് തെളിവെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സമയം അവർ മനസ്സിൽ കണ്ടിരുന്നു. അങ്ങനെയാണ് അടുത്ത ആഴ്ചത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ തെളിവെടുപ്പ് നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡി അപേക്ഷ ഇന്നലെ തന്നെ നൽകിയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 2 ദിവസത്തേക്കുള്ള കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രതികളുമായി നേരിട്ട് ചെന്ന് ഈ ഹോസ്റ്റൽ മുറിയിൽ തെളിവെടുപ്പ് നടത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി 2 ദിവസം മതിയാകും. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിനോടകം തന്നെ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുക എന്നുള്ളൊരു പ്രക്രിയ മാത്രമാണ്, ഒരു നടപടിക്രമം മാത്രമാണ് പോലീസിന് മുൻപാകെയുള്ളത്. അതിനുവേണ്ടിയുള്ളൊരു അപേക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ കോടതി ഇത് പരിഗണിച്ചേക്കാം. അതിലൊരു വാദമുണ്ടാകും കോടതിയിൽ. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡി അനുവദിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രതികൾ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും കോടതി പരിഗണിക്കുക. എന്തായാലും പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡി മതി എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു. തെളിവുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2 ദിവസമെന്ന് തീരുമാനിച്ച് പോലീസ് ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് നിലവിൽ കോളേജിൽ ഉണ്ടായിരുന്ന അധ്യാപകർ, വാർഡൻ, അതുപോലെ തന്നെ കെയർടേക്കർ, മറ്റു വിദ്യാർത്ഥികൾ, ഇവരിൽ നിന്നെല്ലാം പ്രാഥമികമായി വിശദമായിട്ടുള്ളൊരു മൊഴി തന്നെ എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സംശയം തോന്നുന്ന തരത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴി എടുത്തേക്കും. അതിലൊരു സംശയമുണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ട് ഇതൊന്നും ഈ കോളേജിലുണ്ടായിരുന്ന അധ്യാപകരോ വാർഡനോ ആരും തന്നെ അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ ഒരു മൊഴിയിൽ മാത്രമാണ് ഒരു അല്പം ആശങ്ക പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൂടുതൽ മൊഴിയെടുപ്പ് ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.